കമോൺ ഗൈസ്, നമുക്ക് ഒന്നുകൂടി ഇന്ന് കാർഡ് ഉണ്ടാക്കി വെക്കാം. 2 ദിവസം മുന്നേ കാർഡ് ഉണ്ടാക്കിയാണെന്ന് മൂഞ്ചിയതാണ്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ പിന്നെയും ട്രൈ ആക്കണം എന്നാണല്ലോ. അപ്പോൾ നമ്മളൊന്നുകൂടി ട്രൈ ആക്കി നോക്കാൻ വിചാരിച്ച്. ഇത് ഭയങ്കര സിമ്പിളാണ്, അന്ന് ഉണ്ടാക്കിയതിനെ കാട്ടിയൊക്കെ. ജസ്റ്റ് പേപ്പർ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കുമ്പോൾ ഒരു വൃത്തിയിൽ കിട്ടും. കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഹാഫാക്കി മടക്കിയ ശേഷം ചിത്രം വരയ്ക്കുക. ഞാൻ ഹാഫാക്കി മടക്കണം മുന്നേ വരച്ചതിന് ശേഷം മടക്കിയത്. അപ്പം മടക്കി വന്നപ്പം ചിത്രം പകുതി ബാക്ക് സൈഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താക്കി, ഒരു സൈഡ് കുറച്ച് വലിപ്പം കുറച്ചിട്ട് മടക്കി. പിന്നെ അങ്ങനെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാതെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇമ്മൽ പറ്റണം. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഹാഫാക്കി മടക്കിയതിന് ശേഷം നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് അങ്ങനത്തെ ഒരു ഡ്രോയിങ് ചെയ്തെടുക്കാം. ഒരു ഹാർട്ട് പിടിച്ചിരിക്കുന്ന ടൈപ്പ്, ടെഡിനെ എന്ത് സാധനമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഹാർട്ട് വേണം, എന്നാലേ നമ്മൾ ഈ സാധനം സെറ്റ് ആവുള്ളൂ. ഓക്കെ. പിന്നെ അതെന്ത് ചെയ്യാവുന്ന കളറൊക്കെ ചെയ്തെടുത്ത് നല്ലൊരു ക്യൂട്ടാക്കി വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടാവില്ല പിന്നെ പിടിച്ചിരിക്കുന്ന ഹാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യാൻ അങ്ങോട്ട് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് എടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പേപ്പർ മടക്കി കട്ട് ചെയ്താൽ അപ്പോൾ അടിയിലും കട്ടായി പോകും. പേപ്പർ നിവർത്തിയിട്ട് എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ അടിയിലുണ്ടാവുമല്ലോ, ആ ഭാഗത്തൊന്ന് ജസ്റ്റ് ഇതേപോലെ തന്നെ ഹാർട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് ആ ഡിസൈനൊക്കെ ചെയ്തിട്ട് കോട്ടം കട്ട് ചെയ്താൽ നമ്മൾ എന്താ അയാൾക്ക് മെസ്സേജായിട്ട് ഇതാക്കാൻ നോക്കണത്, ആ കോട്ടം നമ്മൾ ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, 2 സൈഡ് മാത്രം ഒട്ടിക്കാൻ പാടുള്ളൂ, അടിഭാഗം ഒട്ടിക്കരുത്. അടിഭാഗം ഒട്ടിച്ചാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പേപ്പർ വെക്കാൻ കഴിയില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കാം. എന്നിട്ടൊരു കളർ പേപ്പർ എടുക്കുക. അതെന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ എടുത്ത ആ പേപ്പർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു നേരെ കുറച്ചൊരു ചെറിയ സൈസാക്കി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ കളർ പേപ്പർ ഇങ്ങനെ താഴത്തേക്ക് വലിക്കുമ്പോൾ നമ്മുടെ മുന്നേ എഴുതിച്ച സാധനം ഇങ്ങനെ നല്ല ഹാർട്ടിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ സെറ്റായി. അപ്പോൾ സാധനം ഇങ്ങനെ ഉണ്ട്, ഇഷ്ടമായി കൂടെ കൂട്ടം മറക്കണ്ട, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ ഗൈസ്.